പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേ കരങ്ങളിലേക്ക് ഈ സമയം വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് വചനശ്രവണത്തിനായി കാത്തു നിൽക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങൾ തുറന്നു തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, തിരുവചനം ശ്രവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എനിക്കിന്ന് നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നും ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നു? എന്തുകൊണ്ട് സ്നേഹങ്ങൾ വറ്റിപ്പോകുന്നു? എന്തുകൊണ്ട് തിന്മകൾ കൊടികുത്തി വാഴുന്നു? എൻ്റെ മകളെ, തിരുസഭ യേശുവിൻ്റെ ശരീരമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധമായ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കൂ. വിവാഹം ഒരു ഉടമ്പടിയാണ്, മരണം വരെയുള്ള ഉടമ്പടി. മരണം വരെ വിശ്വസ്തയോടുകൂടെ, മരണം വരെ ഉപേക്ഷിക്കാതെ പരസ്പരം വഹിക്കാനും ശുശ്രൂഷിക്കാനുള്ള വിളിയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. വിശേഷാൽ വഹിക്കുന്നത് അതാണ് വിവാഹം. വിശേഷാൽ സഹിക്കുന്നത് അതാണ് വിവാഹം എന്ന് പറയുന്നത്. വിശേഷാൽ സമർപ്പിക്കുന്നത് അതാണ് വിവാഹം എന്ന് പറയുന്നത്. വിശേഷാൽ ഒന്നു ചേരുന്നത് അതാണ് വിവാഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെ തകർക്കുക പിശാചിന്റെ ഹിഡൻ അജണ്ടയാണ്. വചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. എന്റെ മക്കളെ, സ്ത്രീയും പുരുഷനും തമ്മിൽ പരിചയപ്പെടുന്നത് ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ, അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ സ്വതന്ത്രമായി തീരുമാനിക്കുന്നു. സ്വതന്ത്രമായി അവർ തീരുമാനിക്കുന്നു. വിവാഹം എന്ന കൂദാശയിലൂടെ അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ ദൈവം യോജിപ്പിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്, വിശ്വാസമാണത്. ഓരോ കുടുംബത്തിൽ നിന്നാണ് നല്ല നല്ല ബോധ്യങ്ങൾ നമുക്കുണ്ടാകുന്നത്. കുടുംബ ജീവിതത്തിൽ നിന്നാണ് നല്ല ചിന്തകൾ ഉരുത്തിരിയുന്നത്, നല്ല മനോഭാവങ്ങൾ ഉണ്ടാകുന്നത്, നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്, നല്ല ജീവിത ശൈലികൾ മെനഞ്ഞെടുക്കുന്നത്, നല്ല പെരുമാറ്റ രീതികൾ ക്രമപ്പെടുത്തി എടുക്കുന്നത്, നല്ല നല്ല സംസാര രീതികൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇങ്ങനെ വളർത്തിയെടുക്കേണ്ട ഈ സ്ഥലം ഇന്ന് തകർന്നു കിടക്കുകയാണ്. കൃപകൾ നിറഞ്ഞൊഴുകേണ്ട കുടുംബം തകർന്നു കിടക്കുകയാണ്. കണ്ണുനീരിന്റെ കടലിലാണ് കുടുംബങ്ങൾ കഴിയുന്നത്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഐശ്വര്യത്തിലും സമാധാനത്തിലും ഏദേൻ തോട്ടത്തിൽ കഴിഞ്ഞിരുന്ന ആദ്യ മാതാപിതാക്കന്മാരുടെ പൂന്തോപ്പിലേക്ക് ആരാണ് മനുഷ്യന്റെ സന്തോഷവും ആനന്ദവും തേജസ്സും നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? എങ്ങനെയാണ് കൈമോശം വന്നു പോയത്? അതുകൊണ്ടാണ് കുടുംബത്തിന്റെ തകർച്ചകൾ എന്ന വിഷയത്തെ കുറിച്ച് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് ത്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹമോചനങ്ങൾ, ഡൈവേഴ്സിന്റെ വക്കീലിരിക്കുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങൾ വേണ്ട, വിവാഹം വേണ്ട,
കുടുംബ തകർച്ചയുടെ കഥകൾ കേട്ട് കേട്ട് മനസ്സ് പിടഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന കുടുംബ തകർച്ചയിലിരിക്കുന്ന, ഡൈവോഴ്സിന്റെ വക്കീലിരിക്കുന്ന മക്കൾക്ക് ഒരാശ്വാസവും അതോടൊപ്പം തന്നെ വലിയ പ്രചോദനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം ജീവിത പങ്കാളിയെ അനുസരിക്കാത്തതാണ്. ജീവിത പങ്കാളിയെ അനുസരിക്കാതിരിക്കുമ്പോൾ കുടുംബ തകർച്ച ആരംഭിക്കുകയായി. അനുസരണം ഇല്ലാതെയായി തീരുമ്പോൾ സ്നേഹമില്ലാതെയായി തീരും. സ്നേഹം വറ്റി പോകുമ്പോൾ ത്യാഗമില്ലാതെയായി തീരും. അതുകൊണ്ട് അനുസരണം എവിടെ കൈമോശം വന്നു പോകുന്നുവോ ആ കുടുംബം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വഴുതി വീഴുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം തിരുവാക്യം, എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പണിതീർത്ത ഭവനത്തിന് സദൃശമായിരിക്കും. എന്നാൽ ഇന്ന് പല ഭവനങ്ങളും മണലിലാണ് പണിതീർക്കുന്നത്. അവിടെ ഒരു വലിയ വീടുണ്ടായിരിക്കാം, ആർഭാടങ്ങൾ ഉണ്ടായിരിക്കാം, ആർഭാട കാറുണ്ടായിരിക്കാം, പക്ഷേ വീടിനകത്ത് സമാധാനമില്ല, അധ്വാനമില്ല, സ്നേഹമില്ല, പ്രാർത്ഥനയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനുസരണമില്ലാത്ത ഭവനത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. എവിടെ അനുസരണമുണ്ടോ അവിടെ അഭിഷേകമുണ്ട്, അവിടെ ചൈതന്യമുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജീവിത പങ്കാളിയെ അനുസരിക്കാതെ വരുമ്പോൾ ഒന്നാമത്തെ തകർച്ച ആരംഭിക്കുകയായി. 2, ഒരാളുടെ ആഗ്രഹത്തിനെതിരായി ആരെങ്കിലും ഒരാൾ മിണ്ടിയാൽ അവിടെ പിന്നെ ആക്രോശം ആരംഭിക്കുകയായി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്നേഹം വറ്റിപ്പോയ ജീവിതത്തിന്റെ പ്രതികരണമാണിത്. സ്നേഹം വറ്റിപ്പോയാൽ അവിടെ സമാധാനത്തോടെ സംസാരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ദാഹിക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ഒരു മിറക്കിൾ വചനം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. ലൂക്കയുടെ സുവിശേഷം 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിലും സമാധാനത്തിലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? യാക്കോബ് ശ്ലീഹ പറയുന്നു 1:9, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധ ഉള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. ഇന്നിപ്പോ എന്താ കുടുംബത്തിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ? കേൾക്കാനൊന്നും നേരമില്ല, സംസാരിക്കാനുള്ള തിടുക്കമാണ്. മൂക്കിന്റെ അറ്റത്ത് ദേഷ്യം വെച്ചുകൊണ്ടാണ് പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ കഴിഞ്ഞുകൂടുന്നത്. മകളെ, ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ അല്പമൊന്ന് ശ്രമിക്കാറുണ്ടോ? അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 4 ചുമരുകൾക്കുള്ളിൽ ജോലി ചെയ്ത് ക്ഷീണിച്ച ഭാര്യയുടെ അടുത്ത് ചെന്ന് അല്പമായി സ്നേഹത്തോടെ സംസാരിക്കാറുണ്ടോ? അതിനൊന്നും സമയമില്ല. ഒരേ കാര്യങ്ങൾ ചിന്തിക്കാൻ, ഒരേ സ്നേഹത്തിൽ വർദ്ധിക്കാൻ, ദൈവത്തിന്റെ സമാധാനം പങ്കിടാൻ നേരമില്ലത്രേ. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ കാര്യം, വഴക്കിട്ട് പിണങ്ങിപ്പോകുക. ഒരു നിസ്സാര കാര്യത്തിന്. ഞാനിത് 25 വർഷക്കാലം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ
ഒട്ടനവധി മാതൃകാ കുടുംബങ്ങളും തകർന്നുപോയ കുടുംബങ്ങളിൽ നിന്ന് മെനഞ്ഞെടുത്ത ചില ചിന്തകളാണ് പങ്കുവെക്കുന്നത്. നിസ്സാര കാര്യങ്ങളെ പ്രതി പിണങ്ങുന്നു, വീട് വിട്ടിറങ്ങുന്നു. ചിലപ്പോൾ കറി വെച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ വൃത്തികേടായ സ്ഥലം ഒന്ന് വൃത്തിയാക്കിയില്ല, ചിലപ്പോൾ ഫോൺ കൂടുതൽ സംസാരിച്ചു പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാരങ്ങളായ കാര്യങ്ങളുടെ പേരിൽ കുടുംബ വഴക്കുകളും വിവാഹത്തിന്റെ തകർച്ചകളും ഞാൻ കണ്ട് മനസ്സ് വേദനിച്ചിട്ടുണ്ട്. കോപത്തെ കോപം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. വാശി കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. തീയെ അണയ്ക്കുവാനായിട്ട് ജലം എന്നതുപോലെ ദീർഘക്ഷമ ഓരോ ഭാര്യ ഭർത്താക്കന്മാരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തയ്യാറാകണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ വഴക്കിട്ട് പിണങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുകയില്ല. 4, ജീവിത പങ്കാളിയും മക്കളും കാത്തിരിക്കണം. ഇപ്പോ ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളെല്ലാം അങ്ങനെ കാത്തിരിക്കുമ്പോൾ അപ്പൻ എന്തൊരു സന്തോഷമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിത പങ്കാളിയും മക്കളും അപ്പനെ, ഭർത്താവിനെ കാത്തിരിക്കണം. കാത്തിരിപ്പിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കണം. ചിലപ്പോഴൊക്കെ കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അച്ഛന്മാരിൽ ആരെങ്കിലും ഒരാൾ കാത്തിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ 12 മണി, ചിലപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ കാത്തിരിക്കുകയാണ്. എന്തൊരു ആനന്ദമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ ആ കുടുംബമല്ലേ സ്വർഗമെന്ന് പറയുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് വന്ന് അല്പസമയം ഒന്ന് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്തൊരു ആനന്ദമാണ് ഉണ്ടായിത്തീരുന്നത്. പഠിച്ച് നല്ല മാർക്കുമായിട്ടൊക്കെ കടന്നു വരുമ്പോൾ അപ്പാ, ഡാഡി എന്ന് പറഞ്ഞ് വിളിച്ചു വരുമ്പോൾ ആ മകനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വയ്ക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എന്താണ്? അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റു, മാർക്ക് കുറഞ്ഞുപോയി, അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാരില്ലട മോനെ, അടുത്തതില് എൻ്റെ മോൻ മിടുക്കനായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. ജീവിത പങ്കാളിയായാലും മക്കളായാലും കാത്തിരിപ്പിന്റെ സന്തോഷം ഇന്ന് കുടുംബത്തിൽ നിന്ന് വിട്ടുപോയത് വലിയ ദുരന്തമായിട്ട് ഞാൻ കാണുന്നു. 5, മക്കളുമായി എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യങ്ങൾക്കും മക്കളുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ കുടുംബത്തിന്റെ കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃതവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മക്കൾ മാത്രമല്ല, മാതാപിതാക്കൾ മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സൗമ്യത നിറഞ്ഞ സംസാരമുണ്ട് അല്ലേ? കരുണ നിറഞ്ഞ സംസാരം അല്ലേ? ചൈതന്യം നിറഞ്ഞ സംസാരം അല്ലേ? ഇതിൽ ഏതെങ്കിലും വകുപ്പിൽ നമ്മൾ പെടുമോ? നമ്മുടെ കുടുംബത്ത് പലതരത്തിലുള്ള ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു മകനോ മകളോ ചിന്തിക്കാറുണ്ടോ, അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാല് കുടിച്ച ആ ദിവസം, ആശുപത്രിയിലേക്ക് നിന്റെ അപ്പൻ കൊണ്ടുപോയ ദിവസം, അപ്പന്റെ അമ്മയുടെ മുഖത്ത് നോക്കി അപ്പന്റെയും അമ്മയുടെയും രൂപം മെനഞ്ഞെടുത്ത കുട്ടികൾ, മക്കൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ സംസാരം, അവരുടെ ചലനം, അവരുടെ മുഖഭാവമൊക്കെ ശ്രദ്ധിക്കുന്നവര്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, എൻ്റെ അപ്പന്റെ മുഖത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. ഇന്ന് ശാലോം മിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എത്ര മാതാപിതാക്കന്മാർക്ക് ഇത് പറയാനായിട്ടുള്ള ആത്മധൈര്യമുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളോട് എപ്പോഴും കലഹിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ തകർത്ത് കളയും. 6, തെറ്റായ മനസ്സാക്ഷി രൂപീകരണം. എന്താണ് മനസ്സാക്ഷി?
നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലത് കാണാനുള്ള ഒരു കഴിവ്, അത് നല്ല മനസാക്ഷിയുടെ സവിശേഷതയാണ്. നന്മ തിന്മകൾ തിരിച്ചറിയാൻ അത് മനസാക്ഷിയാണ് നമ്മെ സഹായിക്കുന്നത്. ദൈവഹിതം തിരിച്ചറിയാൻ മനസാക്ഷിയാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ പറയാറില്ലേ, നല്ല മനസാക്ഷിയുള്ള മനുഷ്യനാണ് കേട്ടോ, നല്ല മനസാക്ഷിയുള്ള കുടുംബക്കാരാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, മക്കളുടെ മൗന നൊമ്പരം അറിയണമെങ്കിൽ, മക്കളുടെ മൗന വേദന അറിയണമെങ്കിൽ നല്ല മനസാക്ഷിയുള്ള ഒരപ്പനും അമ്മയ്ക്കും മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഏഴാമതായി, ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കുക. അത് കുടുംബ തകർച്ചയുടെ ഒരു ഭാഗമാണത്. മാതൃത്വവും പിതൃത്വവും മാറ്റിവെക്കാൻ പറ്റാത്ത ഉത്തരവാദിത്തമാണത്. അപ്പൻ അപ്പനായിരിക്കണം, അമ്മ അമ്മയായിരിക്കണം. അപ്പൻ അപ്പമാകണം, അമ്മ പ്രാർത്ഥനയായി മാറണം. അങ്ങനെയായി തീരുമ്പോഴാണ് കുടുംബത്തിൽ ആനന്ദം, ചൈതന്യം, അഭിഷേകം, തേജസ്, ദൈവിക കൃപകൾ ഒഴുകി ഇറങ്ങി വരുന്നത്. ഒരിക്കൽ മദർ തെരേസ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ വൈദികരോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട വൈദികരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈദികരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങിയെന്ന്. അതൊരു കൃപയാണത്, ദൈവശക്തി കടന്നു വരുന്ന കൃപ. ഭാര്യ ഭർത്താവിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും മക്കളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ദൈവകൃപ ഇതുപോലെ ഒഴുകുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഉത്തരവാദിത്തത്തിൽ നിന്ന് തെന്നി മാറരുത്. മക്കളുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം. അപ്പൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇന്നലെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ള ഒരു മകൻ എൻ്റെ അടുക്കൽ വരികയുണ്ടായി. അവൻ പറയാണ്, അപ്പൻ കുടിച്ച് കുടിച്ച് കുടുംബത്തെ നശിപ്പിക്കുകയാണ്. കുടിക്കൽ മാത്രം. ഞാൻ ജോലി ചെയ്തിരുന്ന പണത്തിൽ നിന്നാണ് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത്. ഞാൻ എന്നോട് പറഞ്ഞു, മോനെ ഇനി അത് ചെയ്യരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഭക്ഷണം കഴിക്കുകയില്ല. അപ്പന് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്ക്, നല്ല വൈറ്റമിനുള്ള നല്ല കലറുള്ള ഭക്ഷണം കൊടുക്ക്. മദ്യം മോനെ നീ വാങ്ങിച്ചു കൊടുക്കരുത്. ഒരാഴ്ചത്തേക്ക് ഒന്ന് പരീക്ഷിച്ചിട്ട് എന്നോട് പറയാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. എന്താ സംഭവിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ ഉത്തരവാദിത്വം അപ്പൻ മറക്കരുത്, അമ്മയുടെ ഉത്തരവാദിത്വം അമ്മ മറക്കരുത്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം മറക്കരുത്. അങ്ങനെ മറന്നു പോയാൽ ആ കുടുംബം തകർന്നു പോകും. എട്ടാമതായി, പണം ധൂർത്തടിക്കുക. നമുക്ക് കിട്ടുന്ന പണം ധൂർത്തടിക്കരുത്. ഫിലിപ്പിയർക്കാർ എഴുതിയ ലേഖനം 3-ാം അധ്യായം 19-ാം തിരുവാക്യം, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായ കാര്യങ്ങളിലാണ് അവർ അഭിമാനിക്കുന്നത്. എനിക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന പണം നമ്മൾ ധൂർത്തടിക്കുന്നുണ്ടോ? ദൈവം തന്നിരിക്കുന്ന സമയം നമ്മൾ ധൂർത്തടിക്കുന്നുണ്ടോ? ആരോഗ്യം ധൂർത്തടിക്കുന്നുണ്ടോ? കഴിവുകൾ ധൂർത്തടിക്കുന്നുണ്ടോ? ആ കുടുംബം തകർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. 9-ാമതായി, ധിക്കാരികളായി മാറുക. കുടുംബത്ത് സ്നേഹവും ശാന്തതയും സമീപനങ്ങളല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ സൗമ്യതയോടൊന്ന് പറഞ്ഞു തരാനോ സാധിക്കാതെ ഒരു ശത്രുവിനോട് എന്ന പോലെ പെരുമാറുന്ന എത്രയോ കുടുംബങ്ങളെയാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ തകർച്ചയ്ക്ക് ഹേതുവായിരിക്കുന്ന 9 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. അനുസരണമില്ലായ്മ അത് വിധേയത്വത്തിലേക്ക് വളരട്ടെ. എതിർ മനോഭാവങ്ങൾ അത് ഐക്യത്തിലേക്ക് കടന്നു വരട്ടെ. പിണക്കങ്ങൾ ഇഷ്ടത്തിലേക്ക് കടന്നു വരട്ടെ. കാത്തിരിപ്പിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ. മക്കളുമായുള്ള കലഹങ്ങൾ അവസാനിപ്പിച്ച് ഒന്ന് ചേർത്ത് പിടിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. തെറ്റായ മനസാക്ഷിയിൽ നിന്ന് മൃദുലമായ മനസാക്ഷിയിലേക്ക് കടന്നു വരട്ടെ. ഒരു പക്ഷേ മക്കളുടെ വളർച്ച കണ്ട്
ആനന്ദിക്കേണ്ട നാളുകളിൽ കണ്ണുനീര് മാത്രം ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശവും വിശുദ്ധിയും മൂല്യങ്ങളും എല്ലാം അതിനെതിരായി പ്രവർത്തിക്കുന്ന മക്കൾ വീട്ടിലുണ്ടായിരിക്കാം. കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് കഷ്ടപ്പാട് മാത്രം മക്കൾ തന്നാൽ എങ്ങനെ സഹിക്കാനാകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ സഹനത്തിന്റെ തീവെയിലും നിങ്ങൾ കുടിച്ചു തീർത്ത കണ്ണുനീർ മഴയും നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ആഴവും മക്കൾ കാണാതെ പോയേക്കാം. എന്നാൽ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, ത്യാഗമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവഹിതപ്രകാരം മുട്ടുകുത്തി കരമിരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. മക്കളോടുള്ള കടമ വിശ്വസ്തയോടെ ചെയ്ത് തീർക്കുക. മക്കളിൽ നിന്ന് വേദനകളാണ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് കിട്ടിയാലും ആ വേദന ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനയാക്കി മാറ്റുക. ദൈവമേ, ഒരു നാൾ മക്കളുടെ ഹൃദയത്തിലേക്ക് സ്വർഗീയ വെളിച്ചം നൽകി പ്രകാശത്തിലേക്ക് നയിക്കണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെയും ജീവിത പങ്കാളിയുടെയും എല്ലാ സങ്കടങ്ങളും ഈശോയിനെ എടുത്തു മാറ്റി ഒരു സ്വർഗീയ കുടുംബം രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ ഞങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.